മഹാത്മാവ് ഡോക്ടർ സൂരജ് കൃഷ്ണ SR നമ്മുടെ സ്വന്തം കുട്ടുവിനും ശ്രീനിവാസ പൈ സാറിനും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് നാരായൺ. ഞാൻ ശ്രീനിവാസ പൈ സാറിൻ്റെ അനന്തരവനാണ്. അനന്തരവൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് റിലേഷൻ അല്ല, അതും കൂടെ ഞാൻ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ അമ്മയും ശ്രീനിവാസ പൈ സാറിൻ്റെ വൈഫും ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും 2019 കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഗ്രൂപ്പ് നിർമ്മാണത്തിനും അതിൻ്റെ ചുമതല എന്നെ ഏൽപ്പിക്കുകയുമായിരുന്നു ശ്രീനിവാസ പൈ സാർ. അതിനുശേഷം എന്തിനും ഏതിനും പൈ സാർ കൂടെ ഉണ്ടാകുകയും അങ്ങനെ ഞാൻ പൈ സാറിൻ്റെ അനന്തരവൻ ആയി മാറുകയായിരുന്നു. ശ്രീനിവാസ പൈ സാർ എന്ന അഭിസംബോധന ചെയ്യുന്നതിനേക്കാളും ഞാൻ ശീലിച്ചത് മാമൻ എന്ന് വിളിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലും ഞാൻ മാമൻ എന്ന് അഭിസംബോധന ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ പങ്കുവയ്ക്കാനായി ഉദ്ദേശിക്കുന്നത് കുട്ടുവിൻ്റെ വീട്ടിൽ പോയ കാര്യവും അതിലുണ്ടായ അനുഭവങ്ങളും പിന്നെ കുട്ടുവിൻ്റെ സമാധിയിൽ സന്ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതും ആ 2 ദിവസങ്ങളിൽ എനിക്കുണ്ടായ അനുഭവമാണ് ഇതിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. മെയ് 21-ാം തീയതി മാമനും മാമൻ്റെ ഭാര്യയും പിന്നെ എൻ്റെ സഹോദരിയുമായി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ഞാൻ അവിടെ നിന്നാണ് അവരോടൊപ്പം യാത്രയിൽ ചേരുന്നത്. അവിടെ നിന്ന് റൂമിലേക്ക് പോകുന്ന വഴിയാണ് മാമൻ കുട്ടുവിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം സൂചിപ്പിക്കുന്നതും അവിടെ മാമൻ ഒറ്റയ്ക്ക് പോകുന്നതുമായി എന്നോട് പറഞ്ഞു. കുട്ടുവിൻ്റെ വീട്ടിൽ പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എന്നോടും കൂടെ ചേരാനായി സമ്മതം മൂളുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. മാമന് ബ്ലെസ്സിങ്സ് ചെയ്യുവാൻ വേണ്ടി 2 പേർ അവിടെ ഉണ്ടായിരുന്നു. അവരെ ബ്ലെസ് ചെയ്തതിന് ശേഷം അവരോടൊപ്പം തന്നെ നമ്മൾ യാത്ര തിരിക്കുകയായിരുന്നു. പോകുന്ന വഴി ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ പോയത്. ആ ക്ഷേത്രത്തിലാണ് നമ്മുടെ സ്വന്തം കുട്ടു 65 ദിവസം കണ്ടിന്യൂസ് ആയി നിർമ്മാല്യം തൊഴുതത്. അങ്ങനെ ഞങ്ങൾ കുട്ടുവിൻ്റെ വീട്ടിലെത്തുകയും അവിടെ സുനിൽ സാർ, അതായത് കുട്ടുവിൻ്റെ അച്ഛൻ, ഞങ്ങളെ സ്വീകരിക്കുകയും ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ മാമൻ എന്നോട് ചോദിച്ചു, നിനക്ക് പ്രസൻസ് വല്ലതും ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇല്ല എന്ന മട്ടിൽ തലയാട്ടുകയും മാമൻ്റെ മറുപടി, എന്നാൽ എനിക്ക് പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുമായിരുന്നു. എന്നാൽ വീട്ടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു എനർജി പ്രസൻസ് ഫീൽ ചെയ്യാനും തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് വർത്തമാനം പറയുകയും ഞാൻ ഒരു ഒബ്സർവറിനെ പോലെ എല്ലാം വീക്ഷിക്കുക മാത്രമായിരുന്നു. എന്നാൽ സുനിൽ സാറും എൻ്റെ മാമനും പിന്നെ കുട്ടുവിൻ്റെ സ്വന്തം അമ്മയും ഇവർ തമ്മിലായിരുന്നു കൂടുതൽ സംഭാഷണവും. അങ്ങനെ അവിടെ വെച്ച് മാമൻ കൊണ്ടുവന്ന ഒരു ഓറഞ്ച് കയ്യിലെടുത്ത എനർജി ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ അതിൽ പ്രസൻസ് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സുനിൽ സാർ ആ വെള്ളം നിറയ്ക്കുന്ന അവിടെ ലൈറ്റ് കത്തുന്ന കാര്യവും അതിൻ്റെ ഡെമോ വെള്ളമെടുത്ത് അവിടെ ലൈറ്റ് കത്തുന്ന കാര്യവും ഞങ്ങളെ കാണിച്ചു തന്നു. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം സുനിൽ സാർ ഞങ്ങളെ കുട്ടുവിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നാലും ഇത്രയും സംഭാഷണവും ഇത്രയും നേരം സമയം അവിടെ ചെലവഴിച്ചിട്ടും മാമൻ വീഡിയോ എടുക്കുന്ന കാര്യമോ അതിനെക്കുറിച്ചോ ഒന്നും സൂചിപ്പിച്ചിരുന്നില്ല. എന്നാൽ സുനിൽ സാർ നിരന്തരം മാമനോട് പറയുകയുണ്ടായി, സാറിന് വേണമെങ്കിൽ വീഡിയോ എടുക്കാം, ഒരു പ്രശ്നമില്ല, സാറിന് വീഡിയോ എടുത്തോളൂ എന്നും സുനിൽ സാർ മാമനോട് പറഞ്ഞു. അപ്പോഴും മാമൻ പറയുകയുണ്ടായി, നമുക്ക് നോക്കാം എന്നേ മാമൻ്റെ മറുപടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുട്ടുവിൻ്റെ റൂമിൽ കയറുകയും അവിടെയും നമുക്ക് എനർജി ഫീൽ ചെയ്യാനും സാധിച്ചു. എന്നിട്ട് കുട്ടുവിൻ്റെ റൂമിലിരുന്ന് സംസാരിക്കുമ്പോഴാണ് സുനിൽ സാർ വീണ്ടും പറയുന്നത്, സാർ ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തോളൂ. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കുവാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു. എന്നിട്ട് ആദ്യം വീഡിയോ എടുക്കുന്നതിന് മുന്നേ വോയിസ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൈക്കെല്ലാം കണക്ട് ചെയ്ത് ജസ്റ്റ് ഒരു 5 സെക്കൻഡിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അതിൽ വോയിസ് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തു. അങ്ങനെ മാമനും സുനിൽ സാറും തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഇരിക്കെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ
കുട്ടുവിൻ്റെ അമ്മ റൂമിലേക്ക് വരികയും ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു തോന്നൽ ഉത്ഭവിക്കുകയും ചെയ്തു. ആ തോന്നൽ എന്തെന്ന് വെച്ചാൽ, എഴുന്നേറ്റ് അമ്മയെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൂ എന്നുള്ളതായിരുന്നു ആ സന്ദേശം. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അമ്മ വരുന്ന സമയത്ത് മാമനും സുനിൽ സാറും അമ്മയോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതും, എന്നാൽ എനിക്ക് അമ്മയുടെ വീഡിയോ പകർത്തുവാൻ എന്തോ തോന്നൽ വന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. അമ്മ കസേരയിൽ ഇരിക്കുവാൻ നിരസിക്കുകയും താഴേക്ക് പോകുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ റെക്കോർഡിംഗ് വീണ്ടും പുനരാരംഭിച്ചു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അമ്മ മുകളിലേക്ക് വന്നു. എന്നാൽ ഈ സമയം അമ്മ കസേരയിൽ ഇരിക്കുകയും എന്നിട്ട് ഈ സംഭാഷണത്തിൽ അമ്മ ഏർപ്പെടുകയും ചെയ്തു. ഈ സംഭാഷണത്തിലും അമ്മ ഞങ്ങളെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. അതായത് കുട്ടുവിൻ്റെ പ്രസൻസ് മൂലം കുട്ടുവിൻ്റെ മുറിയിലെ ആ വാതിൽ നിരന്തരം അനങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ സംഭാഷണം നടന്നുകൊണ്ടിരിക്കെ ഞാൻ മാമൻ്റെ ഇടതുവശത്തുള്ള കണ്ണാടിയിൽ ഒരു അനക്കം ശ്രദ്ധിച്ചു. എന്നാൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും സൂചിപ്പിക്കാതെ തന്നെ കുറച്ചു നേരത്തിന് ശേഷം മാമൻ എന്നോട് ആ കണ്ണാടി റെക്കോർഡ് ചെയ്യാനും ചിലപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അതിൽ നിന്ന് കാണാൻ സാധിക്കുമെന്നും പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ സംഭാഷണമെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ താഴെ വരികയും അവിടെ കുട്ടുവിൻ്റെ അനിയനെ പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് കുട്ടുവിൻ്റെ അനിയനോട് സംസാരിക്കണം എന്നുള്ളൊരു തോന്നൽ മാമന് വരികയും, പക്ഷേ അനിയൻ അത് വിസമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ മാമൻ പറഞ്ഞു, എന്നാൽ നമുക്ക് കുട്ടുവിൻ്റെ തീരുമാനം എന്താണെന്നറിയാം എന്ന് പറഞ്ഞ് കുട്ടുവിൻ്റെ വീട്ടിലുള്ള തേങ്ങ എടുക്കുകയും അതിൽ കുട്ടുവിൻ്റെ ആഗ്രഹം അനിയനെ കൊണ്ട് സംസാരിപ്പിക്കണോ അതോ വേണ്ടയോ എന്നുള്ള തീരുമാനം കുട്ടുവിനോട് തന്നെ ചോദിച്ചു. അതിനുള്ള മറുപടി തേങ്ങ താഴെ വീഴുകയായിരുന്നു. അങ്ങനെ കുട്ടുവിൻ്റെ അനിയൻ കുട്ടുവിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുകയും അതിനുശേഷം മാമൻ കുട്ടുവിൻ്റെ അമ്മയോട് പറഞ്ഞു, ഈ തേങ്ങ കയ്യിൽ വെച്ച് കുട്ടുവിനെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കാൻ പറഞ്ഞു. എന്നാൽ അത്ഭുതകരം എന്ന് പറയട്ടെ, ആ തേങ്ങ അമ്മയുടെ കയ്യിൽ നിന്ന് താഴെ വീണില്ല. എന്നാൽ ആ തേങ്ങയുടെ ഭാരം കൂടിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ കൂടിയതായി അനുഭവപ്പെട്ടു എന്ന് അമ്മ പറയുകയും ചെയ്തു. അപ്പോൾ മാമൻ്റെ മറുപടി ഇതായിരുന്നു, അമ്മയുടെ കയ്യിൽ നിന്ന് താഴെ വീഴാൻ മകൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ നിന്ന് എനിക്ക് വ്യക്തമായ കാര്യം കുട്ടു അമ്മയെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ്. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയും കുട്ടുവിൻ്റെ കാറിൽ ഉള്ള ആ എനർജി നമ്മൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കുട്ടുവിൻ്റെ വളർത്തുനായയായ ഡയാനയുടെ അടുത്ത് പോവുകയും അവിടെയും കുട്ടുവിൻ്റെ പ്രസൻസ് അനുഭവിച്ചറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയും എന്നാൽ സുനിൽ സാർ നിരന്തരം പറയുകയും ചെയ്തു, പൈസാർ വന്നിട്ടും അവൻ പ്രസൻസ് കാണിച്ചില്ലല്ലോ എന്ന്. അപ്പോഴാണ് മാമൻ്റെ മനസ്സിലുള്ള കാര്യം മാമൻ വെളിപ്പെടുത്തുകയും അതിനുശേഷം ഉടൻ തന്നെ കുട്ടുവിൻ്റെ പ്രസൻസ് കുട്ടു അവിടെ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് തിരിച്ചു വരികയായിരുന്നു. ഊബർ ബുക്ക് ചെയ്യുന്നതിൻ്റെ അനുഭവവും ഈ പ്രസൻസ് കാണിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യവും ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്ത് അവസാനം കുട്ടുവിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യാൻ എനിക്ക് നിർദ്ദേശം നൽകി. സാധാരണ ഫോട്ടോ ആഡ് ചെയ്താൽ ഫോട്ടോ വീഡിയോയിൻ്റെ നടുഭാഗത്ത് വരികയും 2 സ്ഥലത്തും ബ്ലാങ്ക് സ്പേസ് ആവുകയുമാണ് സാധാരണ വരേണ്ടിയിരുന്നത്. എന്നാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഫോട്ടോ ആഡ് ചെയ്തപ്പോൾ ഫോട്ടോ വലതുവശത്തേക്ക് മാറി നിൽക്കുന്നതും എന്നാൽ ഫോട്ടോവിൻ്റെ വലതുവശത്ത് കുറേ സ്പേസ് ബ്ലാങ്ക് ആയി കിടക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ മാമനോട് പറഞ്ഞു, കുട്ടു ഞങ്ങളെ കൊണ്ട് ഇവിടെ എന്തോ എഴുതിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മാമൻ്റെ മറുപടി ഇതായിരുന്നു,
നിനക്ക് മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് നീ എഴുതിക്കോളൂ. അങ്ങനെ ഞാൻ അതിൽ അവസാനം ആഡ് ചെയ്തു ഡോക്ടർ സൂരജ് കൃഷ്ണ SR അവർ ഓൺ കുട്ടു എന്ന്. അതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായത് അടുത്ത ദിവസം കുട്ടുവിൻ്റെ സമാധി സ്ഥലത്ത് ചെന്നപ്പോഴാണ്. അതിൻ്റെ അനുഭവം ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇത്രയും നേരം എന്നെ ക്ഷമയോടെ കേൾക്കുകയും കാണുകയും ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു.